പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഭൗതിക ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ വേട്ടയാടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എന്ത് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും, ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും അല്ലാഹുവിലുള്ള നമ്മുടെ പ്രതീക്ഷ ഒരിക്കലും കൈവിട്ടു പോകാൻ പാടില്ല. മനുഷ്യന് മുന്നോട്ടു പോവാനുള്ള ഊർജമാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. ഒരാൾക്ക് പ്രതീക്ഷയുണ്ട് എങ്കിൽ ആ മനുഷ്യൻ രാവിനെ പകലാക്കി അധ്വാനിച്ചുകൊണ്ടിരിക്കും. പ്രതീക്ഷയില്ലാത്ത ഒരാളാണ് എങ്കിൽ ആ മനുഷ്യന് ജീവനുണ്ടെങ്കിൽ പോലും അയാൾ ചത്തതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് അല്ലാഹുവിൽ പ്രതീക്ഷയോടുകൂടി ജീവിക്കുക എന്നുള്ളത്. വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് സുമറിന്റെ 53-ാമത്തെ വചനം നമ്മൾ ഓരോരുത്തരും മനഃപ്പാഠമാക്കേണ്ടതും അതിന്റെ ആശയത്തിൽ വലിയ ചിന്തയുള്ള ആളുകളുമായിരിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഖുൽ, നബിയെ അങ്ങ് പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിനോട് ജനങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, യാ ഇബാദി, എന്റെ അടിമകളെ. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് സ്നേഹത്തോടെ, എന്റെ അടിമകൾ. നമ്മൾ അള്ളാഹുവിന്റെ അടിമയായിരിക്കുക എന്നുള്ളത് നമുക്കൊരു ഉടമയുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും മനോഹരമായ പ്രഖ്യാപനമാണ്. ഒരു ഉടമയുണ്ടായാലുള്ള ഗുണമെന്താ? നമ്മളെ കാര്യം നോക്കാൻ ആ ഉടമയുണ്ടാകും. അതൊരു പ്രതീക്ഷയാണ്. യാ ഇബാദി, എന്റെ അടിമകളെ. അള്ളാഹുവിന്റെ അടിമകളാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കേമന്മാരാണ് എന്ന് നമ്മൾ വിചാരിക്കുകയും വേണ്ട. അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അക്രമം കാണിച്ചവരാണ് നിങ്ങൾ. നമ്മുടെ കയ്യിലിരിപ്പ് അത്ര നല്ലതൊന്നുമല്ല, പക്ഷേ എന്നിട്ടും സ്നേഹത്തോടെ അള്ളാഹു നമ്മെ വിളിക്കുന്നത് യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ മക്കളെ, എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് അള്ളാഹു നമ്മളെ ഓരോരുത്തരോടും വിളിച്ചിട്ട് പിന്നീട് പറയുന്ന കാര്യം എന്താ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എന്റെ കാരുണ്യം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും, നിങ്ങൾ പ്രതീക്ഷ മുറിഞ്ഞു പോവരുത്. അള്ളാഹുവിനോട് ഞാൻ എത്ര ദുആ ചെയ്തു, എന്റെ കാര്യമൊന്നും നടന്നില്ലല്ലോ എന്നുള്ള നിരാശയിലേക്ക് ഒരിക്കലും നിങ്ങൾ എത്താൻ പാടില്ല. നിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ ഇനി എനിക്കൊരു വിജയത്തിന്റെ നാള് വരാൻ പോകുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് കഴിഞ്ഞുകൂടേണ്ടത്. നമ്മൾ കുറെ ദുആയിരുന്നിട്ട് നമ്മളെ ദുആക്ക് അള്ളാഹു കേൾക്കുന്നുണ്ടാവോ, അള്ളാഹു ഇത് വല്ലതും അറിയുന്നുണ്ടാവുമോ എന്ന തലത്തിലേക്ക് വളരെ താഴ്ന്ന ചിന്താഗതിയാണോ നമ്മൾക്കുള്ളത്? നമ്മളുടെ ആ സംശയത്തിനും അള്ളാഹു മറുപടി പറയുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യ, നിന്നെ പടച്ചത് നമ്മളാണ്, മനുഷ്യനെ പടച്ചത് അള്ളാഹുവാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, നീ പറയണമെന്നില്ല, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ മന്ത്രങ്ങൾ പോലും അറിയുന്നവനാണ് അള്ളാഹു. നീ ഉറക്കെ നിലവിളിച്ച് ദ്വാരുന്നിട്ട് എന്റെ ദുആ അള്ളാഹു കേൾക്കുന്നുണ്ടാകുമോ എന്ന ശങ്ക വേണ്ട. നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളുണ്ടല്ലോ, ഒരാളോടും നീ അത് പറഞ്ഞിട്ടില്ല, നിന്റെ ഹൃദയത്തിന്റെ മന്ത്രങ്ങൾ പോലും അറിയുന്നവനാണ് അള്ളാഹു. എന്നിട്ടോ വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ഒരു മനുഷ്യന്റെ ശരീരത്തിനോട് ചേർന്നു നിൽക്കുന്ന ഞരമ്പാണ് കണ്ടനാടി. കഴുത്തിനോടൊട്ടി നിൽക്കുന്ന ഈ ഞരമ്പില്ലേ, ആ ഞരമ്പിനെക്കാണ് കൂടുതൽ അള്ളാഹു നിന്റെ തൊട്ടടുത്തുണ്ട്, അള്ളാഹു നിന്റെ സമീപസ്ഥനാണ് എന്ന സുവിശേഷമാണിത്. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ പ്രതീക്ഷ മുറിഞ്ഞു പോവരുത്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും, ഏത് മഹാപാപമാണെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരുമെന്ന സുവിശേഷമാണ്. ഇനി നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലേ?
പടച്ചോൻ ഇതൊക്കെ അറിയോ എന്ന ബേജാറ് നിങ്ങൾക്കുണ്ടോ? അള്ളാഹു നിന്റെ തൊട്ടടുത്തുണ്ട്, നിന്റെ സമീപസ്ഥനാണ് പടച്ചവൻ, നീ അതും കൂടി ഒന്ന് ഓർത്തു വെക്കണേ എന്നാണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മൾക്ക് വലിയ പ്രതീക്ഷ വേണം. ഒരിക്കലും ജീവിതത്തിലെ നിസ്സാരമായ ടെൻഷനുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങ് നിരാശപ്പെട്ട് ഇനി ഈ കുടുക്കിൽ നിന്ന് കരകയറാനൊന്നും കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഒരാളും എത്താൻ പാടില്ല. ദുആ ചെയ്യുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥന തന്നെ ഒരു വലിയ ഇബാദത്താണ്. നിങ്ങൾ ദുആ ചെയ്ത എല്ലാ കാര്യവും നടന്നോളണമെന്നില്ല. പല കാര്യത്തിനും നമ്മൾ ദ്വാരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ മൂന്നാലൊരു റിസൾട്ട് ഉറപ്പാണ്. 3 റിസൾട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മാ അലൽ അർളി മുസ്ലിമുൻ യദ്ഉല്ലാഹ ബിദഅവ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു പ്രാർത്ഥന നടത്തുന്നു, ഇല്ലാ ആതാഹുല്ലാഹു ഇയാഹ, എന്തിനാണോ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയുടെ ഫലം അള്ളാഹു അയാൾക്ക് കൊടുത്തിരിക്കും. അഥവാ 3 രൂപത്തിൽ ഒന്ന്, നിങ്ങൾ എന്തിനാ ദ്വാരുന്നത് അത് തന്നെ കിട്ടും. കടം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, പടച്ചോനെ കടം വീട്ടിത്തരണേ എന്ന് ദ്വാരുന്നു, അള്ളാഹു അത് വീട്ടാനുള്ള വഴി ഉണ്ടാക്കി തരും. വീടുണ്ടായിരുന്നില്ല, വീടിന് ദ്വാരുന്നു, അള്ളാഹു നിങ്ങൾക്ക് വീട് തരും. എന്താണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയുടെ കൃത്യമായ ഫലം അള്ളാഹു നിങ്ങൾക്ക് തരും. 3 കാര്യത്തിൽ ഒന്ന് അങ്ങനെ ആയിരിക്കും. രണ്ടാമത്തതോ റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറയുന്നു, ഔ സറഫഹു അൻഹു മിനസ്സൂഇ മിസ്ലഹ, നിങ്ങൾ ദുആ ചെയ്തത് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനാണ്, ജോലി കിട്ടാനാണ്, വീടുണ്ടാവാനാണ്, കല്യാണം ഒന്ന് റെഡിയാവാനാണ്. മനുഷ്യന്റെ 100 കൂട്ടം പ്രശ്നങ്ങളില്ലേ, എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരുന്നു, ഒന്നും നടന്നില്ല, പ്രാർത്ഥിച്ചതൊന്നും കിട്ടിയില്ല. എന്നാൽ നിരാശപ്പെടേണ്ടതുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നിങ്ങൾക്ക് സംഭവിക്കാനുണ്ടായിരുന്ന മഹാദുരന്തം അല്ലാഹു നിങ്ങളിൽ നിന്ന് തട്ടി മാറ്റിക്കളയും. അപ്പൊ ദുആ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണം ചോദിച്ചു തന്നെ കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും അത് കിട്ടൂല. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചതൊന്നും ആവൂല കിട്ടുന്നത്, പക്ഷേ നിങ്ങൾക്ക് സംഭവിക്കാനുണ്ടായിരുന്ന ദുരന്തം വേറെ ചില കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈയുയർത്തിയല്ലോ, അതുകൊണ്ട് റബ്ബ് നിങ്ങൾക്ക് ദുരന്തങ്ങൾ തട്ടിമാറ്റി നിങ്ങൾക്ക് ഗുണം ചെയ്യും. രണ്ടാമത്തെ രൂപം അങ്ങനെയാണ്. എന്നാൽ മൂന്നാമത്തെ രൂപത്തിൽ അള്ളാഹു സഹായിക്കുന്നുണ്ട്. ദ്വാരുന്നത് കിട്ടൂല, ദുരന്തങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് അതൊന്നും തട്ടി മാറ്റാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയുടെയും വലിയ ഫലങ്ങൾ ആഖിറത്തിലേക്ക് അള്ളാഹു നീക്കിവെക്കും. ദുനിയാവിലെ 100 കൂട്ടം ആവശ്യങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരുന്നിരുന്നു, ഒന്നും കിട്ടിയില്ല. നിങ്ങളൊരു 1100 കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാരുന്നു, 1100 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരുന്നു. അതിൽ 100 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടി, 1000 കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടിയതല്ല. എന്നാ നിങ്ങൾ ടെൻഷൻ ആവണോ? വേണ്ട. നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഈ 1000 കാര്യങ്ങളില്ലേ, ആഖിറത്തിലേക്ക് വേണ്ടിയിട്ട് അള്ളാഹു അത് മാറ്റിവെക്കും. അന്ന് നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് കിട്ടാത്ത 1000 ചോദ്യങ്ങളുടെയും ഫലം നിങ്ങൾ പ്രതീക്ഷിച്ചതിന്റെയും അപ്പുറത്തേക്ക് ഏറ്റവും മഹത്തായ സമ്മാനങ്ങളായി അള്ളാഹു തരും. അന്ന് നിങ്ങൾ ചോദിച്ചതിന്റെ അപ്പുറമുള്ളത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ദുനിയാവിലുള്ള ആ ബാക്കി 100നും ഉത്തരം കിട്ടിയില്ലായിരുന്നെങ്കിൽ അതുകൂടി ഇവിടെ ആഖിറത്തിൽ കിട്ടുമായിരുന്നല്ലോ. ദുനിയാവിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശ തോന്നേണ്ടതില്ല. കാരണം 3 നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എന്തായാലും പ്രാർത്ഥനയുടെ ഫലം തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിരാശ നമ്മൾക്കുണ്ടാകാൻ പാടില്ല. പ്രതീക്ഷയോടുകൂടിയാണ് സത്യവിശ്വാസിയുടെ ഓരോ സമയത്തും കഴിയേണ്ടത്. പ്രാർത്ഥന ഒരു സത്യവിശ്വാസിയുടെ ആയുധമാണ്. ആ പ്രാർത്ഥനയുടെ അകക്കാമ്പാണ് പ്രതീക്ഷ. പ്രതീക്ഷയുള്ള മനുഷ്യൻ ഒരിക്കലും ആരാധനകൾ ഒരു ഭാരമാവുകയില്ല. പ്രതീക്ഷയുള്ള മനുഷ്യനുണ്ടല്ലോ, അവൻ ഒരിക്കലും ദുനിയാവിന്റെ ഒരാഗ്രഹത്തിന്റെയും പിറകെ പോവില്ല. കാരണം അവൻ ആഖിറത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഇടങ്ങേറുകളൊക്കെ മാറി എനിക്ക് രക്ഷപ്പെടാനുള്ള പഴുത് അള്ളാഹു തരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കഴിയേണ്ടത്. അള്ളാഹുവിന് 99 മനോഹരമായ പേരുകളുണ്ട്. അതിനാണ് നമ്മൾ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്.
ആ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ പേരുകളും നമ്മൾക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. നമ്മൾക്ക് രോഗമുണ്ടോ? എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ പടച്ചവൻ ഷാഫിയാണ്, രോഗങ്ങൾക്ക് ശമനം നൽകുന്നവനാണ് അല്ലാഹു. നിങ്ങൾ നോക്കൂ, ചൈനയിൽ പകർച്ചവ്യാധി കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന വാർത്തകൾ നമ്മൾ പേടിക്കുന്നു. ആ പകർച്ചവ്യാധികളൊക്കെ മാറി നിൽക്കട്ടെ, മറ്റുള്ള തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് നമ്മൾ വലിയ ദുരിതത്തിലല്ലേ? ഒരു രോഗത്തിന്റെ പേരിലും നിങ്ങൾ പതറരുത്, നിങ്ങൾ പേടിക്കരുത്. കാരണം നമ്മുടെ റബ്ബ് ഷാഫിയാണ്. നിങ്ങൾ പട്ടിണിയിലാണോ? നിങ്ങൾക്ക് തിന്നാനൊന്നുമില്ല എന്നുള്ള ബേജാറുണ്ടോ? എന്തിനാ മനുഷ്യ നീ പേടിക്കുന്നത്? കൊടുത്താൽ തീരാത്ത അത്രയും റിസ്ക് നൽകുന്ന റസ്സാഖല്ലേ നമ്മുടെ പടച്ചവൻ. നിങ്ങൾക്ക് സാമ്പത്തിക ദുരിതമുണ്ടോ? എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? അല്ലാഹു ഹുവൽ ഗനി, ഐശ്വര്യത്തിന്റെ പറുദീസയുടെ ഉടമയല്ലേ പടച്ചവൻ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് ഇടങ്ങേറുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്റെ റബ്ബ് വഹാബാണ്. എത്ര കൊടുത്താൽ തീരാത്ത അത്രയും ഔന്നിത്യവും സാമ്പത്തികവും ഉള്ളവനാണ് പടച്ചവൻ. അതുകൊണ്ട് എന്ത് ഇടങ്ങേറിൽ പോയി ചാടിയാലും പ്രതീക്ഷ മുറിഞ്ഞു പോകുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. ഇബ്രാഹിം നബിയെ തീയിലെറിഞ്ഞില്ലേ? എന്താണ് അതിന്റെ ഒരു കഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷികൾ ആ തീയിന്റെ മുകളിലൂടെ പറക്കുമ്പം കാറ്റ് തട്ടിയിട്ട് പുക തട്ടിയിട്ട് ആ തീയിലേക്ക് വീണിരുന്നുവെന്നും അത്രയും കടുത്ത ചൂടിലേക്ക് ആ തീയിലേക്ക് ഇബ്രാഹിം നബിനെ എറിയാൻ മലക്കുകൾ വന്ന് ചോദിച്ചു, വല്ല ഹെൽപ്പും വേണോ? വേണ്ട, പടച്ചോൻ അറിയാലോ, പടച്ചവനാണ് എന്നെ ദൈവദൂതനാക്കിയത്, ആ റബ്ബാണ് എന്നെ ഇങ്ങോട്ട് എടുത്തെറിയുന്നത്. അതുകൊണ്ട് എന്റെ കാര്യം ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ പടച്ച റബ്ബ് ഈ തീയിലും രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷ, അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുള്ളത്. പ്രവാചകന്മാരിൽ നമ്മൾ പഠിക്കേണ്ട മാതൃക അതാണ്. നിങ്ങൾ നോക്കൂ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സ്വന്തം സഹോദരങ്ങളാണ് പിടിച്ചുകൊണ്ടുപോയി കിണറ്റിലെറിയുന്നത്. യൂസുഫ് നബിക്ക് പേടിയുണ്ടായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് അസീദ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ ശേഷം പിന്നെയാണ് ജയിലിലേക്ക് പോകുന്നത്. യൂസുഫ് നബി പേടിച്ചോ? ഇല്ലല്ലോ. ജയിലിലാക്കി എന്ന് പറയുമ്പോൾ തല ചുറ്റി വീണോ? ഒന്നുണ്ടായില്ല. ആ യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നീടതാ ഈജിപ്ത് എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിന്റെ അധിപനായിട്ട് മാറുകയാണ്. കിണറ്റിൽ വീണിട്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ട് യൂസുഫ് നബിക്ക് യാതൊരു തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിലാകപ്പെട്ടത്. എന്നിട്ടും യൂനുസ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിലുള്ള പ്രതീക്ഷ മുറിഞ്ഞുപോയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തേത് പ്രതിസന്ധികൾ വന്നാലും അള്ളാഹുവിലുള്ള ശുഭാപ്തി വിശ്വാസമാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ പ്രബോധനങ്ങൾക്ക് ശേഷം മദീനയിലെ പ്രബോധനത്തിന് വേണ്ടി ഹിജ്റ പോയ ഘട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങളെ പിടികൂടാനുള്ള സകല കരുക്കളും ശത്രുക്കൾ നീക്കിയിരുന്നു. റസൂലുള്ളാഹി തങ്ങളെ പിടിച്ച് കൊന്നുകളയാൻ 100 ആളുകൾ റസൂലുള്ളാഹി തങ്ങൾ താമസിക്കുന്ന വീടിന്റെ പുറത്ത് വലയം ചെയ്തു നിന്നിരുന്നു. അവർക്ക് റസൂലുള്ളാഹി തങ്ങളെ കിട്ടിയില്ല. നബിതങ്ങൾ രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോ ശത്രുക്കൾ വലിയൊരു സമ്മാനം പ്രഖ്യാപിച്ചു. നബിതങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പിടികൂടി കൊടുക്കുന്നവർക്ക് 100 ഒട്ടകങ്ങളാണ് സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഖുറൈശികൾ പരക്കം പായാൻ തുടങ്ങി. എല്ലാ മുക്കിലും മൂലയിലും അരിച്ചു പൊറുക്കാൻ തുടങ്ങി. കാരണം നബിയെ കിട്ടിയാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ സമ്മാനത്തുകയോർത്തുകൊണ്ട് 100 ഒട്ടകമെന്ന ആ വലിയ സമ്പാദ്യം ഓർത്തുകൊണ്ട് പരക്കം പായുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത് മദീനയിലേക്കാണ്. പക്ഷേ മദീനയിലേക്കുള്ള റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന മാത്രം പോരാ, പ്രവർത്തനവും വേണമെന്ന് പ്രവാചകരുടെ ആ ചരിത്രത്തിൽ നിന്ന് കാണാം. പോകുന്നത് മദീനയിലേക്കാണ്. പക്ഷേ മദീനയിലേക്കുള്ള വഴി മാറ്റിപ്പിടിച്ചിട്ട് മക്കയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണല്ലോ ഗാർ സൗർ. അവിടെയാണ് റസൂലുള്ളാഹി തങ്ങൾ 3 ദിവസം പോയി പാർത്തത്. ഈ 3 ദിവസവും ഖുറൈശികൾ തെരച്ചിലാണ്. അവസാനമതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഒളിച്ചു കഴിയുന്ന ആ ഗുഹാമുഖത്തും ശത്രുക്കളെത്തി. അവർ റസൂലുള്ളാഹി തങ്ങളെ പിടിക്കുമെന്ന അവസ്ഥയിലേക്ക് തൊട്ടരികിലെത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും എല്ലായിടത്തുള്ള ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ലൗ അന്ന അഹദഹും നദറ ഇലാ ഖദമൈ, ഏതെങ്കിലും ഒരു ശത്രു
അവന്റെ കാൽപാദമുള്ളയിടത്തേക്കെങ്ങാനും നോക്കിയാൽ ലനളറ വഅബ്സറനാ തഹ്ത ഖദമൈഹി, അവൻ നമ്മളെ കാണുമല്ലോ നബിയെ. നമ്മളിവിടെ ഒളിച്ചു കഴിയാമെന്നതാ, പക്ഷേ ശത്രുക്കൾ തെരഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വന്ന ശത്രുക്കളെങ്ങാനും അവരുടെ കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ താഴെയുള്ള ഗുഹയിൽ കഴിയുന്ന നമ്മളെ കാണും, ഉറപ്പാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേടി റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലതും പറ്റുമോ എന്നാണ്. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ പ്രതീക്ഷയോ അല്ലാഹുവിലാണ്. നബി തങ്ങൾ ആ സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, മാ ലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അബൂബക്കർ, നിങ്ങൾ എന്താ വിചാരിച്ചത്? നമ്മൾ രണ്ടുപേർ ഒറ്റക്കാണെന്നോ? നമ്മൾ രണ്ടുപേർ ഒറ്റക്കാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹു സാലിസുഹുമാ, പടച്ചോനില്ലേ നമ്മളെ കൂടെ. ആ റബ്ബ് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഈ ഇറങ്ങി നടക്കുന്നത്, അവന്റെ നിർദ്ദേശം കൊണ്ടല്ലേ നമ്മൾ ഈ ഗുഹയിൽ കഴിയുന്നത്. ആ പടച്ചവൻ നമ്മളെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു? ഇല്ല. ഇതാണ് പ്രതീക്ഷ. നിങ്ങൾ നോക്കൂ, നമ്മൾക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോ, എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മളെ സുഹൃത്തുക്കൾ വരും, പേടിക്കണ്ട, സാരല്ല, എന്നോട് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്യാം എന്നൊക്കെ നമ്മളോട് ആശ്വാസവാക്ക് പറയുമ്പോ നമ്മളെന്താ ചിന്തിക്കുക? എന്ത് ആര് ദ്വാരന്നിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവർ വെറുതെ ഒരു സമാധാനത്തിന് പറയാന്നല്ലാതെ ഇനി ഞാൻ രക്ഷപ്പെടാൻ പോകുകയില്ല എന്ന ചിന്തയിലേക്ക് നമ്മളെത്തും. കാരണം നമ്മൾ നിരാശയുടെ പടുകുഴിയിൽ വീണെടുക്കുകയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, അള്ളാഹു നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള ഓരോ പിടിവള്ളി ഓരോ സമയത്തും ബാക്കി വെച്ചിട്ടുണ്ടാകും. ആ പിടിവള്ളി വളരെ ദുർബലമായിരിക്കും. നമ്മളുടെ കാഴ്ചപ്പാടിൽ ആ പിടിവള്ളിയിൽ പിടിച്ചാൽ വള്ളി പൊട്ടിപ്പോവുകയെന്നല്ലാതെ കരകയറാനോ രക്ഷപ്പെടാനോ ഒന്നും നമുക്ക് പറ്റൂല എന്ന് നമ്മൾ വിചാരിക്കും. അവിടെയാണ് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം നമ്മൾക്ക് പാഠമാവേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒളിച്ചു താമസിക്കുന്ന ഗുഹയുടെ മുഖത്ത് ചിലന്തി വന്ന് വലകെട്ടി. ചിലന്തി വലയ്ക്ക് എത്ര ഉറപ്പുണ്ട്? ശത്രുക്കൾ വന്നാൽ തടയാൻ മാത്രം ഉറപ്പുള്ളതാണോ ചിലന്തി വല? ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്, വീടുകളെ കൂട്ടത്തിൽ ഏറ്റവും ദുർബല വീടാണ് ചിലന്തി വല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ചിലന്തി വല അല്ലാഹു ഈ ഗുഹയുടെ മുഖത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. എന്തിന്? ഊതിയാൽ പാറുന്ന ഈ ചിലന്തി വല റസൂലുള്ളാഹിനെ സംരക്ഷിക്കാനാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിക്കാനാണ്. നമ്മളൊന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ദുർബലമെന്ന് നമ്മൾ കരുതുന്ന ഈ ചിലന്തി വല കൊണ്ട് പടച്ചവന് ചില ഇടപെടലുകൾ നടത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഏത് പ്രയാസങ്ങൾ വന്നാലും എന്ത് ദുരിതങ്ങളിൽ അകപ്പെട്ടു എന്ന് കരുതിയാലും രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളി പടച്ചവൻ നമ്മൾക്ക് ബാക്കി വെക്കും. ആ പിടിവള്ളി അപാരമായിരിക്കും, അത്ഭുതകരമായ ഇടപെടലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എപ്പോഴും വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ കഴിയേണ്ടത്. ഏത് രോഗം വന്നാലും എന്ത് ഇടങ്ങേറുകളിൽ നമ്മൾ പെട്ടാലും ഈ ഇരുട്ട് മാറി വെളിച്ചം വരുമെന്ന ശുഭാപ്തി വിശ്വാസം നമ്മൾക്കുണ്ടാവണം. വലിയൊരു തുരങ്കത്തിലാ കയറിയിട്ടുള്ളത്. എന്നും ഈ തുരങ്കത്തിന്റെ ഇരുട്ടിൽ തന്നെ കഴിയേണ്ടി വരില്ല. തുരങ്കം കഴിഞ്ഞു കടക്കും, വെളിച്ചത്തിലേക്ക് നമ്മളെത്തും. അന്ന് നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, പടച്ചവനെ പേടിച്ച് ജീവിച്ചാൽ മതി, രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു തരുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾക്ക് നല്ല പ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത്. അന ഇൻദ ളന്നി അബ്ദി ബി, എന്നെ കുറിച്ച് നിങ്ങൾ എന്താണോ കരുതുന്നത് അങ്ങനെയാണ് ഞാൻ ഉണ്ടാവുക. ഫല്യളുന്ന ബി ഖൈറാ, എന്നെ കുറിച്ച് നിങ്ങൾ നല്ലത് കരുതിക്കോളണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ വന്ന ശത്രുവില്ലേ, റസൂലുള്ള വിശ്രമിക്കുമ്പോ നബി തങ്ങളുടെ തന്നെ വാളെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വെട്ടാൻ നോക്കിയ ഖൗറസിന്റെ ചരിത്രം സഹീഹുൽ ബുഖാരി നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? നബി തങ്ങൾ പതറിയോ? ആ ശത്രുവിന് റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ പറ്റിയോ? മൻ യംനഉക മിന്നി, ആരാ മുഹമ്മദേ ഞാനിപ്പോൾ കൊല്ലാൻ ഒരുങ്ങിയാൽ നിന്നെ രക്ഷപ്പെടുത്തുക എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അല്ലാഹ്. അതിലുണ്ട് ഉത്തരം മുഴുവനും. എന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, പടച്ചോന്റെ തീരുമാനത്തിന്റെ അപ്പുറം ഒന്നും സംഭവിക്കുകയില്ല എന്ന്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, രോഗങ്ങൾ വരുമ്പോൾ പോലും നമ്മൾക്ക് പ്രതീക്ഷയാണ് വേണ്ടത്. രോഗം വന്നാൽ മഹാന്മാരായ ആളുകൾ ആ രോഗത്തിനെ വിരുന്നുകാരനായി കണ്ടിരുന്നു. വീട്ടിലേക്ക് അതിഥി വന്നാൽ അയാൾക്ക് താമസിക്കാൻ 3 ദിവസം അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ
രോഗത്തിനെ അതിഥിയായി കാണും. 3 ദിവസം ആ രോഗം സഹിക്കാൻ അവർ തീരുമാനിക്കും. പിന്നെയാണ് ചികിത്സക്ക് പോകുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യണമെന്നല്ല, അങ്ങനെ കണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു. കാരണം ഈ രോഗം പോലും നമ്മൾക്ക് പ്രതീക്ഷയാണ്. നമ്മൾ പനി ബാധിച്ചു കിടന്നാൽ പോലും ദോഷങ്ങൾ അല്ലാഹു മാപ്പാക്കി തരും. എന്തിനേറെ പറയണമെന്ന്, ഒരു മുള്ളു തറച്ചാൽ പോലും നമ്മൾ നടന്നു പോകുമ്പോ കാലിൽ ഒരു മുള്ളു തറച്ചു, മുള്ളു തറച്ച വേദനാവുന്ന ഉറപ്പല്ലേ? പക്ഷേ ആ മുള്ളു തറച്ചതിന് അല്ലാഹു നിങ്ങൾക്ക് ആഖിറത്തിൽ കൂലി തരും. ഒരു പക്ഷേ ആ മുള്ളു തറച്ചതിൽ നിങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിലായിരിക്കും നിങ്ങൾക്ക് അല്ലാഹു കണക്കാക്കിയ സ്വർഗമുണ്ടാവുക. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് നമ്മളെപ്പോഴും കഴിയേണ്ടത്. ദ്വാരന്നിട്ടും മടുക്കരുത്. രോഗം വന്നിട്ട് നിരാശ തോന്നരുത്. ജീവിതത്തിൽ പല പണിയും ചെയ്തു നോക്കി ഇനി രക്ഷപ്പെടൂല എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ രാവിനെ പകലാക്കി പണിയെടുക്കണം. ആരാധനകളിൽ ഒരു ഭാരവും തോന്നാതെ എനിക്ക് രക്ഷപ്പെടാനുള്ള കൊതിയുണ്ട്, പടച്ചോന് ചോദിച്ചിട്ട് മടുപ്പ് വരൂല എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു നമ്മളുടെ മുമ്പിൽ എളുപ്പം തരും. വെള്ളിയാഴ്ച തോറും ജുമുഅക്ക് ശേഷം ഓരോ സത്യവിശ്വാസിയും 5 പ്രാവശ്യം ചെല്ലേണ്ട ഒരു ബൈത്തുണ്ട്. എല്ലാ കിതാബുകളിലും വളരെ ശ്രദ്ധേയമായ നമ്മളൊക്കെ അറിയുന്ന ഒരു ബൈത്താണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. പടച്ചോനെ, നീ ഒരുക്കി വെച്ച കമനീയമായ സ്വർഗം, ആ സ്വർഗം കിട്ടാനുള്ള ഒരു കർമ്മവും എന്റെ കൈമുതലായിട്ടില്ല. സ്വർഗം കിട്ടാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. വല അഖ്വ അലാ നാരിൽ ജഹീമി. നീ കരുതി വെച്ച ആ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ കടുത്ത ശിക്ഷ സഹിക്കാനുള്ള ഒരു ശേഷിയും എനിക്കില്ല. നമ്മളുടെ അവസ്ഥ അതാണ്. സ്വർഗം കിട്ടാനുള്ള അമലുമില്ല, നരകം സഹിക്കാനുള്ള ശേഷിയും നമ്മൾക്കില്ല. പിന്നെ എന്താ നമ്മുടെ പ്രതീക്ഷ? ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി. പടച്ചോനെ മാപ്പ് തരണേ, ഞാൻ ശുദ്ധനൊന്നുമില്ല, കയ്യിലിരിപ്പ് മോശാണ്. ഹബ്ലി തൗബതൻ, തൗബ തരണേ പടച്ചോനെ. വഗ്ഫിർ ദുനൂബി, കുറെ തെറ്റ് ചെയ്തു കൂട്ടിയിട്ടുണ്ട്, മാപ്പ് നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എന്താ? ഫഇന്നക ഗാഫിറുൽ ദംബിൽ അദീമി. മല പോലെ വലിയ തെറ്റുകൾ ചെയ്തു വന്ന മഹാപാപികൾക്ക് മാപ്പ് കൊടുക്കുന്നവനാ പടച്ചോൻ. ആ പടച്ചോൻ എന്നെ കൈവിടോ? ആ പടച്ചവൻ എന്നെ തള്ളിക്കളയോ? ഇല്ലല്ലോ, എന്നെ എന്റെ റബ്ബ് രക്ഷപ്പെടുത്തുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഓരോ സത്യവിശ്വാസിക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് ദുആ ചെയ്യുക. ടെൻഷനുകളൊക്കെ മാറും, പ്രയാസങ്ങൾ മാറും. 75 കൊല്ലമായി ഫലസ്തീനികൾ പൊരുതുകയാണ്. അവർ തോറ്റോ? അവർ പിന്മാറിയോ? ഇനിയൊന്നും രക്ഷപ്പെടൂല എന്ന് അവർക്ക് തോന്നിയോ? ഇപ്പോഴും ഇന്നും ഓരോ നിമിഷവും അവർ പോരാടുകയാണ്. അല്ലാഹു അവർക്ക് വാഗ്ദത്തം ചെയ്ത റസൂലുള്ളാഹി തങ്ങൾ അവരോട് പറഞ്ഞ സുവിശേഷം അത് പുലരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഓരോ നിമിഷവും അവർ മുന്നോട്ട് പോകുന്നത്. നമ്മൾക്ക് എന്ത് പ്രയാസമുള്ളത്? അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ദുരന്തമുള്ളത്? അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിൽ പ്രതീക്ഷയോട് കഴിയുക. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഖൈറിന്റെ വഴികൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.